സ്ത്രീയും പുരുഷനും തമ്മിൽ എന്ത്? അവൾ അവന്റെ ആരാണ്? കൂട്ടുകാരിയാണോ? അതോ വെറും ഉപഭോഗ വസ്തു മാത്രമാണോ? ഈ അന്വേഷണത്തിന്റെ ഭാഗമാകാൻ ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സ്ത്രീ സമത്വവേദിയുടെ ഗർജിക്കുന്ന സിംഹികളെ, നമ്മളിൽ ഓരോരുത്തരിലും നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വേദനയുടെ ഒരു നെരിപ്പോടുണ്ട്. ആ ചെറുകനലുകളെ ഊതി ഊതി ഒരു വൻ ജ്വാലയാക്കി മാറ്റുക. ജയ് നാരി! ഇതാ നമ്മുടെ അനിഷേധ്യ നേതാക്കൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്ത്രീ സമത്വവേദിയുടെ സംസ്ഥാന ചെയർപേഴ്സണും കേരളക്കരയുടെ രോമാഞ്ചവും സ്ത്രീത്വത്തിന്റെ കാവൽ മാലാഖയുമായ നമുക്ക് പ്രിയപ്പെട്ട കവയിത്രി നയനകുമാരി, പ്രസ്ഥാനത്തിന്റെ നെടുംതൂണായ പ്രസിഡന്റ് ശ്രീമതി വസുന്ധര, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഗംഗാദേവി, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി യശോദ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി സിസിലി. ഇനി നിങ്ങളോട് സംവേദിക്കാൻ മലയാളത്തിന്റെ പ്രിയ കവയിത്രി ശ്രീമതി നയനകുമാരിയെ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. പ്ലീസ് കം മാഡം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സമത്വവാദികളായ സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. സ്ത്രീയും പുരുഷനും സമന്മാരല്ല. ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും സ്ത്രീ പുരുഷനേക്കാളും വളരെയേറെ മുന്നിലാണ്. പുരുഷ മേധാവിത്വത്തെ തച്ചുടയ്ക്കാനായി ഞാൻ ചില ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെക്കുകയാണ്. അതിലൊന്ന്, ചിട്ടയായ വ്യായാമത്തിലൂടെ നമ്മൾ സ്ത്രീകൾ പുരുഷനൊപ്പം കരുത്താർജിക്കുക. 2, അടുക്കളയിലെ പാചക കലാപരിപാടിയിൽ സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളിത്തവും ഉത്തരവാദിത്തവും ഉറപ്പുവരുത്തുക. 3, നിയമത്തിന്റെ നൂലാമാലകളില്ലാതെ സ്ത്രീക്ക് പുരുഷനെ ഡൈവോഴ്സ് ചെയ്യാനുള്ള സ്പോട്ട് ഡൈവോഴ്സ് സിസ്റ്റം നടപ്പിലാക്കുക. അതിനായി മൊബൈൽ കോടതികൾ ലഭ്യമാക്കുക. 4, ഡെലിവറി ഡെപ്പോസിറ്റ്. ഓരോ ഗർഭധാരണത്തിനും പ്രസവത്തിനും ഭർത്താവ് ഒരു നിശ്ചിത തുക ഡെലിവറി ഡെപ്പോസിറ്റായി ഭാര്യയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുക. 5, മെയിൽ അബ്സ്റ്റിനൻസ്. പുരുഷനോടുള്ള ആസക്തി ഓരോ സ്ത്രീയും വർജിക്കുക. ഇതൊക്കെ വല്ല നടപ്പുവശമുള്ള കാര്യമാണോ? തള്ളെ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചു കാണും. പുരുഷന്മാർ നിങ്ങളുടെ കാൽ ചുവട്ടിലെ വെറും കൃമി മാത്രം. ജയ് നാരി! കൊച്ചേ, ആദ്യം എന്നെ ഒന്ന് വിട്, അത് കഴിഞ്ഞിട്ട് ശൃംഗരിക്കേ. വയസ്സും പ്രായമൊക്കെ ആയില്ലേ, മര്യാദക്ക് സംസാരിക്കണം. ഉറച്ചു നോക്കിയിട്ടേ കാശ് തരാൻ പറ്റൂ. മുക്കുപണ്ടാണെങ്കിൽ ആര് സമാധാനം പറയും? നമ്പർ എത്രയാ? PK കുട്ടപ്പൻ 475. 75 25? 75. ഇപ്പൊ വിളിക്കാടാ. 25 പറഞ്ഞത്? എന്റെ കൊച്ചെ 75. 475. ഒരച്ചൊരച്ച് പാതിയിലേറെ കട്ടയിലുമായി. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട് കേട്ടോ. എന്താ കുട്ടപ്പൻ ചേട്ടാ, എന്താ പ്രശ്നം? മോന് ഫേസ് അടക്കാനുള്ള അവസാന തീയതിയാ. ഇന്നുകൂടി അടച്ചില്ലെങ്കിൽ അവന്റെ ഒരു കൊല്ലം പോകും. അതിന് മാല പണയം വെക്കാൻ വന്നപ്പോ ഇയാൾക്കൊരു പിള്ളേര് കളി. വെയിറ്റ് നോക്കിയോ? ആരോട് ചോദിക്കുന്നല്ലേ? എത്ര വേണ്ട? 10,000. ഇതവിടെ ക്യാഷിൽ കൊടുത്താൽ മതി. വലിയ ഉപകാരം സാറേ. ഒരാളെ കൂടെ പണക്കിയപ്പോൾ എനിക്ക് സമാധാനമായല്ലോ. എടോ, കസ്റ്റമേഴ്സിനെ പണക്കിയാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതെ, കസ്റ്റമേഴ്സിനെ കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞ എന്താണെന്ന് അറിയാമോ എനിക്ക്? എ കസ്റ്റമർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വിസിറ്റർ ഇൻ യുവർ പ്രിമിസസ്. സർ, അയാളെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തത്. ഓ മതി മതി, ജോലിയിലോ ആത്മാർത്ഥതയില്ല, എന്നാലും അല്പം മനുഷ്യത്വം കാണിച്ചൂടെ? അതെങ്ങനെ സദാസമയം ഫോൺ എടുത്ത് കുനുകുനാ വിളിച്ചോണ്ടിരിക്കല്ലേ? അതൊരു എമർജൻസി കോൾ ആയിരുന്നു. ഇയാളെ എമർജൻസിക്ക് എനിക്ക് അറിയാം. എന്റെ പേഴ്സണൽ കാര്യത്തിലൊന്നും സാർ ഇടപെടേണ്ട കാര്യമില്ല. ഇല്ല, ഇടപെടുന്നില്ല. പക്ഷേ ഈ ബാങ്കിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇയാൾ എന്ത് ചെയ്യണോ തീരുമാനിക്കുന്നത് ഞാനാ. സർ, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. സാർ എന്റെ മാനേജർ ആണെന്ന് വെച്ച് എന്തും പറയാമെന്ന് വിചാരിക്കണ്ട. എടി കൊച്ചെ, ഇട്ടിയമ്മ ചാടിയ കൊട്ടിയമ്പലം വരെ. നീയേ പെണ്ണ, വെറും പെണ്ണ്. വെറും പെണ്ണെന്നോ? സൺ ഓഫ് എ ബീച്ച്. എന്നിട്ട് താൻ അതും കേട്ട് മിണ്ടാതങ്ങ് നിന്നോ? ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി? അയാൾ എന്റെ മേലുദ്യോഗസ്ഥനല്ലേ? ഹേയ്, നോ നോ നോ. ഇത് മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും തമ്മിലുള്ള പ്രശ്നമല്ല.
സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല. പുരുഷ മേധാവിത്വത്തിന്റെ പ്രതീകമാണ് അയാൾ. ആ അതെ അതെ. ചിരിക്കാൻ പാടില്ല, മേക്കപ്പ് ചെയ്യാൻ പാടില്ല. ഇതെന്താ അടിമപ്പണിയോ? പണിസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അതീവ ഗൗരവത്തോടു കൂടി വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ. ഞാൻ അവളോട് പലവട്ടം പറഞ്ഞതാ കരാട്ടെ പഠിക്കാൻ. 2 പഞ്ച് ഒരു കിക്കും. അവന്റെ കോട്ടയം ബോർഡ് മടങ്ങും. ഇപ്പൊ തന്നെ ഒരു കംപ്ലൈന്റ് ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു കോപ്പി CM-നും ഒരു കോപ്പി DGP-ക്കും അയക്കാം. പോരെ പോരെ, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, പിന്നൊന്ന് പ്രസ് സെക്രട്ടറിക്കും. വഴക്ക് പറഞ്ഞു, ചീത്ത വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്ത നാട്ടുകാർ നമ്മളെ കളിയാക്കും. 4 ആള് കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ വേണ്ടേ? A solid ground. എന്നാ പിന്നെ പീഡനം ആയിക്കോട്ടെ. പറയാനും സുഖമുണ്ട്, കേൾക്കാനും സുഖമുണ്ട്. അപ്പൊ ഗോവിന്ദകുട്ടി മാക്സിമം നാറുകയും ചെയ്യും. കംപ്ലൈന്റ് കൊടുക്കാൻ വരട്ടെ. ആദ്യം ഈ കൊഞ്ഞാണനെ നമുക്ക് നേരിട്ടൊന്ന് കാണാം, മുഖാമുഖം. എ ഫേസ് ടു ഫേസ് എൻകൗണ്ടർ. നിങ്ങളാണോ ഗോവിന്ദൻകുട്ടി? ആണെങ്കിൽ ഞങ്ങൾക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ഓ, സംസാരിച്ചോളൂ. മാനേജർ സാറിന് സ്ത്രീകളോട് പൊതുവെ പുച്ഛമാണെന്ന് കേട്ടു. പുച്ഛമോ? എനിക്കോ? സ്ത്രീകളോട് എനിക്ക് എന്നും ബഹുമാനമേ ഉള്ളൂ. ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയെയാണ്, എന്റെ അമ്മയെ. അമ്മ പ്രേമൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നുണ്ടെന്ന് ഒരു ആക്ഷേപമുണ്ടല്ലോ. അതാർക്കാണാവോ? നിരോഷയോട് ഇയാൾക്ക് എന്താ പ്രശ്നം? ഓ, അപ്പൊ അതാണ് കാര്യം. വക്കാലത്ത് കയ്യിലുണ്ട്. അവക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയിട്ടാണോ താൻ? നോക്കൂ, നിരോഷയ്ക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് അവൾക്ക് മേലധികാരികളോട് പരാതിപ്പെടാം. ഇനി അതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇവിടെ വനിതാ കമ്മീഷനുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. അവിടെ സമാധാനം ബോധിപ്പിച്ചോളാം ഞാൻ. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നമ്മളാരാണാവോ? സ്ത്രീ സമത്വ വേദി എന്നുള്ള പ്രസ്ഥാനത്തെ പറ്റി കേട്ടിട്ടുണ്ടോ താൻ? അതിന്റെ പ്രവർത്തകരാ ഞങ്ങള്. നിങ്ങൾ ആരോ ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ ഞാൻ ഈ സ്ഥാപനത്തിന്റെ മാനേജരാണ്. എന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണ്ടേ നിങ്ങൾ അകത്തോട്ട് കയറി വരാൻ? ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. എന്റെ പൊന്നു പെങ്ങളെ, ആദ്യം മാന്യമായി പെരുമാറാൻ പഠിക്ക്. പിന്നെ മര്യാദയ്ക്കൊക്കെ തുണി ചുറ്റാനും പഠിക്കും. രൂപം കൊണ്ട് മാത്രം ഒരുത്തിയും സ്ത്രീ ആവുന്നില്ല, ആരും ബഹുമാനിക്കാനും പോകുന്നില്ല. കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ച സ്ഥിതിക്ക് ഇനി സ്ഥലം വിട്ടാട്ടെ. സ്ഥലം വിടാനോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ജയരാമോ, ഇങ്ങ് വാങ്ങുവാ. ആ ബലരാമനെ കൂടെ വിളിച്ചോ. എന്താ സാർ? ആ ജയരാമ, ഈ കൊച്ചമ്മമാര് നമ്മുടെ ബാങ്കിൽ നിന്ന് പെട്ടി ഓട്ടോക്ക് ലോൺ എടുക്കാൻ വേണ്ടി വന്നവരാ. നീ അതിന്റെ പ്രൊസീജിയേഴ്സ് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. ID പ്രൂഫിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി 1, മിനിമം ഡിപ്പോസിറ്റ് 1000 ഉറുപ്യ, പിന്നെ 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് മേക്കപ്പ് ഇടാണ്. ആവേശമൊക്കെ നല്ലതാണ്, പക്ഷെ അത് ആണുങ്ങളോട് വേണ്ട. കേട്ടോടി, ഗെറ്റ് ഔട്ട്. ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. ഇറങ്ങാണ്. ഓവർത്ത് ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ പിന്നെന്താ നോക്കുന്നത്? ഓവർത്ത് ഓട്. ഇതെന്താ കഥ?